ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലേ റംബൂട്ടാൻ. അപ്പോൾ റംബൂട്ടാനിൽ പുളിയുള്ളതും മധുരമുള്ളതും എങ്ങനെ നോക്കിയെടുക്കാമെന്ന് എന്നോട് ഒരു ചേച്ചി ചോദിച്ചു. അപ്പോൾ എനിക്കറിയാനുള്ള അറിവാണ്, ഇത് കറക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിലും എനിക്ക് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം. ഈ ഒത്തിരി മുടിയുള്ള ഇങ്ങനെ ഇരിക്കുന്ന ചിലത് പോലെ ഇരിക്കുന്ന സംഭവമാണ് നല്ല പുളിയുള്ള വെറൈറ്റി. തൊട്ടടുത്ത് കാണുന്ന ആ ഗുണ്ടുമണി നല്ല മധുരമുള്ളതാണ്. ഹൈബ്രിഡിൻ്റെ സൈസും നല്ല വലിപ്പം ഉണ്ടാവും, മുടിയും കുറവായിരിക്കും. നാടൻ ഇനമാണെങ്കിൽ നല്ല പുളിപ്പുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ബഫി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഞാനിത് കഴിച്ചു നോക്കിയാൽ എനിക്ക് ഈ ഹൈബ്രിഡ് ഇനം ഫ്രൂട്ടാണെങ്കിൽ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നിക്കൊണ്ടേയിരിക്കും. പക്ഷെ മറ്റേത് പുളിപ്പ് കാരണം വായിൽ വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ യെല്ലോ, നല്ല പഴുത്ത് തുടുത്ത യെല്ലോ പാകമായ ഫ്രൂട്ടാണെങ്കിൽ യെല്ലോയുടെ പുറത്ത് ഇങ്ങനെ റെഡ് കുത്തുണ്ടാവും. ഇങ്ങനെ റെഡ് കുത്തുകൾ വന്ന് കിടക്കും. നല്ല പഴുത്ത് പാകമായതിനാണ്. പിന്നെ ഈ മഞ്ഞ കളറിൽ കാണുന്ന എല്ലാത്തിനും മധുരമുള്ളതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നല്ല സ്വീറ്റായിരിക്കുന്നത് റെഡിനേക്കാളും യെല്ലോയ്ക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യെല്ലോയുടേത് തൊലിക്ക് കട്ടി കുറവും ഫ്രൂട്ടിന് അത്യാവശ്യം നല്ല ഫ്രഷ് ഉണ്ട്. ഈ സീഡിൽ നിന്ന് ഇളകി വരുന്ന ടൈപ്പ് ഫ്രൂട്ടാണ്. യെല്ലോയും റെഡും ഹൈബ്രിഡ് അങ്ങനെ സീഡിൽ നിന്ന് ഇളകി വരാറുണ്ട്. എന്നാലും യെല്ലോയുടേത് കഴിക്കാനായിട്ട് നമുക്ക് നല്ല തണുത്ത കരിക്ക് കഴിച്ച ഫീലാണ്, നല്ല മധുരമുള്ള കരിക്ക് കഴിച്ചതിൻ്റെ ഫീലാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ യെല്ലോ കഴിച്ചിട്ടില്ലാത്തവർ മസ്റ്റായിട്ടും കഴിച്ച് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.